പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളോട് ഇന്നൊരു ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിനകത്ത് ഭയമില്ലാത്തവർ വളരെ കുറവാണ്. എന്തെങ്കിലും കാര്യത്തിൽ ഭയം കാണും. ഒന്നുകിൽ ജീവനെ പറ്റിയുള്ള ഭയം, എങ്ങനെ ജീവിക്കുമെന്ന പേടി, അല്ലെങ്കിൽ മരണഭയം, മരിച്ചു പോകുമോ എന്ന പേടി, ചിലപ്പോൾ കാര്യം നടക്കുമോ എന്ന പേടി, ചിലപ്പോൾ കാര്യം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന പേടി. ഇങ്ങനെ ഒരു ഭയത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം നമ്മൾ അത് കാണുന്ന മാക്സിമം 99% ആളുകളിലും അതുണ്ട്. വളരെ ചുരുങ്ങിയൊരു കൂട്ടർക്ക് മാത്രമേ അതില്ലാതുള്ളൂ. അപ്പോൾ ഈ ഭയം ചിലപ്പോൾ ചിലർക്ക് ആങ്സൈറ്റി ആയിട്ടും പാനിക് അറ്റാക്കായിട്ടും ചിലപ്പോൾ ചിലരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി തന്നെ മാറ്റുന്ന നിലവാരത്തിലേക്ക്, പ്രഷറിലേക്ക് നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊന്നും എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇതൊന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? ഒരു ക്രിസ്ത്യാനി എന്ന നിലവാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനൊന്നും നമ്മൾ സബ്ജക്റ്റ് ആവേണ്ട ആൾക്കാരല്ല, നമ്മൾ ഇതിനൊന്നും കീഴ്പ്പെടേണ്ട ആൾക്കാരല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളിൽ പലരും ഇങ്ങനെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്തോട്ട് ട്രാപ്പായി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തവും കിട്ടാതെ, രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങനെ പെട്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു വചനഭാഗം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്ക അതിൻ്റെ 5:24 ഇങ്ങനെ പറയുന്നു: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അതായത് നാളെ എന്ത് നടക്കുമെന്ന് നിങ്ങളെക്കാൾ നന്നായി അറിയുന്നൊരു കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് അത് മോശമായി നിങ്ങൾക്ക് നടത്തി തരാതിരിക്കാൻ തക്കവിധം കർത്താവ് ഇടപെടുന്നതാണ്. ആ തിന്മയായുള്ളത് വരാത്ത വണ്ണം കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഈ വിശ്വാസത്തെ ഒരുവൻ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിനകത്ത് നിന്ന് ഭയം മാറാൻ തുടങ്ങും, അവൻ്റെ ഉള്ളിൽ നിന്ന് ആങ്സൈറ്റി മാറാൻ തുടങ്ങും. ഈ കർത്താവിൻ്റെ വിശ്വസ്തതയെ പറ്റി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് തിന്മ വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോശം വന്നു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ ക്രെഡിബിലിറ്റിയെ മാത്രമല്ല, കർത്താവിൻ്റെ സകല സിസ്റ്റത്തെയും ബാധിക്കുമെന്നതുകൊണ്ട് നിങ്ങൾക്ക് തിന്മ വരാതിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ റെഡിയാണ്, അല്ലെങ്കിൽ നിർബന്ധിതനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് കർത്താവിൻ്റെ വിശ്വസ്തതയാകുന്നു. ചില തിന്മകൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി കർത്താവ് ചില കാര്യങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലു, കാരണം അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാകുന്നു. നാളുകളിൽ ഒരു വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായേക്കാം. ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ ശാരീരികമായി പല ബുദ്ധിമുട്ടുകളുണ്ടായേക്കാം. എന്നാൽ അതിനേക്കാളും വലിയൊരു മാനസികവും ആത്മീയവുമായ ഒരു ബുദ്ധിമുട്ട് ദൈവത്തിനുണ്ട്. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് വിശ്വസ്തനാണ്. നാളത്തെ ദിനം നിങ്ങൾ കടന്നു പോകും. നിങ്ങൾക്ക് ആ രോഗം വരികയില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദാരിദ്ര്യമുണ്ടാവുകയില്ല, ശാപമുണ്ടാവുകയില്ല. കാരണം ഇതൊന്നും നമ്മുടെ കഴിവോ യോഗ്യതയല്ല, നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ വിശ്വസ്തതയിലാകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭയവും മാറുന്നത്. കർത്താവിൻ്റെ വാക്ക് മാറാൻ കർത്താവിന് കഴിയത്തില്ല, കർത്താവ് വാക്ക് മാറത്തില്ല. സോ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.